എന്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് പറഞ്ഞേ ആ കുട്ടിക്ക് MBBS എടുക്കണം, ലൈഫ് അടിച്ചു പൊളിക്കണം. ആക്ച്വലി MBBS എടുക്കുക, ലൈഫ് അടിച്ചു പൊളിക്കാന്ന് പറയുന്നത് ഒരു പോയിന്റ് രണ്ട് വശങ്ങൾ പോലെ. ഒന്നില്ലെങ്കിൽ MBBS അല്ലെങ്കിൽ അടിച്ചുപൊളി, ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കും. ഈ MBBS ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക് എന്നാണ് കുറെ പേരുടെ വിചാരം. ആക്ച്വലി MBBS ഈസ് നോട്ട് ആസ് ഗ്ലാമറസ് ആസ് സോഷ്യൽ മീഡിയ ഓഫ്റ്റൻ മേക്ക് ഇറ്റ്. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും MBBSനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടിട്ട് ആരും MBBS എടുക്കാൻ കണ്ടിട്ടോ. നീറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു പ്രഷർ MBBSന്റെ 5.5 ഇയേഴ്സ് ഫുൾ ഉണ്ടായി. പോരാത്തിന് തീരാത്ത സിലബസ്, സ്ലീപ്ലെസ് നൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ പല ഇമ്പോർട്ടന്റ് പോയിന്റ്സും നമുക്ക് മിസ്സാകും. എസ്പെഷ്യലി നമ്മുടെ ഫാമിലിന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ. പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡംബര സ്വപ്നം കണ്ട ആരും അത് ചെയ്യാൻ കണ്ടോ. നീറ്റ് MBBS എന്നൊക്കെ പറയുന്നത് ഒരു വിജയത്തിന്റെയും കുറിപ്പഴിയല്ല. ആക്ച്വലി ഇത് വലിയൊരു കഷ്ടപ്പാടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളൂ. പിന്നെ ഒന്ന് MBBS കഴിഞ്ഞ ലക്ഷ്യങ്ങൾ കൊയ്യാന്ന് കരുതുന്ന വേറെ കുറെ. MBBS കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും കുറെ പഠിക്കണം. PG, സ്പെഷ്യലൈസേഷൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലൈഫ് ഒന്ന് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ കുറെ പേർക്കുണ്ട്. പിന്നെ പ്ലാബ് USML ഒക്കെ എഴുതിയിട്ട് പുറത്തു പോയി MBBS ചെയ്ത് രക്ഷപ്പെടാന്ന് കരുതുന്ന കുറെ ആൾക്കാർ. എക്സ്ട്രീം കോമ്പറ്റീഷനും ലോക്കൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇല്ലാത്തതുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട്, വിസ ആൻഡ് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട്, ഇത് പഠിക്കാൻ വേണ്ടി കരിയറിൽ കുറെ ബ്രേക്ക് എടുത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ. അതുകൊണ്ട് പൈസക്കോ സ്റ്റാറ്റസിനോ നാട്ടുകാരുടെ നിർബന്ധത്തിനോ വൈകിട്ട് ആരും MBBS എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇഫ് യുവർ ഹാർട്ട് സേസ് യെസ് ടു ദ പേഷ്യന്റ്, നോട്ട് ടു ദ സ്റ്റാറ്റസ്, വെൽക്കം ടു ദ ക്ലബ്. But if your heart says no, that's completely okay. There are so many other ways to build a fulfilling life. അപ്പൊ ചുമ്മാ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഗ്ലോറിഫൈ ചെയ്യണ കണ്ടിട്ട് ആരും MBBS എടുക്കണ്ട. നിങ്ങളെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണോ എന്നാൽ മാത്രം എടുത്താൽ മതി.